അണിഞ്ഞു കാണേണം ഭഗവാനെ. അടിപൊളിയല്ലേ? സൂപ്പറായില്ലേ? ഒരു പൈസ ഒപ്പിച്ച് തന്നേക്കണം കേട്ടാ. നീ എവിടെയായിരുന്നു ഇത്ര നേരം? താമസിച്ചു പോയി. ഇത് സംഭവം എല്ലാം ഓക്കെ അല്ലേ? എല്ലാം ഓക്കെ ആണ്. പണിയെല്ലാം റെഡി ആയിട്ടുണ്ട്. കാര്യങ്ങളെല്ലാം ഓക്കെ ആയിട്ടുണ്ട്. കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8 നും 15 ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. എന്താണെന്നറിയാണോ, ഞാൻ ആകപ്പാടെ വിഷമത്തിലും സങ്കടത്തിലും അങ്ങനെ നിന്ന് എനിക്ക് ആകപ്പാടെ ഇതായി പോയത്. എന്ത് നിനക്ക് എന്താ വിഷമം? നീ എന്താ പിന്നെ സങ്കടപ്പെടുന്നത്? ചെറിയൊരു പ്രശ്നത്തിലേക്കൂടാ ഞാൻ. എന്താ നിന്റെ പ്രശ്നം? പറ ചുമ്മാ. ഞാൻ സത്യം പറയാം, ഞാൻ ചിറ്റപ്പൻ അങ്ങ് പോയി. സച്ചേരൻ ചിറ്റപ്പൻ അങ്ങ് അവിടെ ചെന്നിട്ട് എന്നെ അവിടെ കയറ്റിയില്ല. വിഷയം ചെറിയൊരു വിഷയം. അത് കഴിഞ്ഞ് ഞാൻ കുഞ്ഞമ്മേടെ അങ്ങ് പോയി. അവിടെ ചെന്നപ്പോ കുഞ്ഞമ്മേനെ ഇറക്കി വിട്ട് എന്നെ അവിടെ കയറ്റിയില്ല. ചെറിയൊരു വിഷയം. അതിന് മാമിയുടെ അങ്ങ് പോയി. അവിടുന്ന് മാമിയും കൂടെ എന്നെ ഇറക്കി വിട്ട് എന്നെ അവിടെ കയറ്റിയില്ല. വിഷയം ചെറിയൊരു വിഷയം. ആരൊക്കെ ഇറക്കി വിട്ടാലൊന്നും നിനക്ക് ഞാനില്ലേ? എന്റെ വീട്ടിൽ നിനക്ക് എത്ര ദിവസം വേണമെങ്കിലും താമസിക്കടാ. നിനക്കറിയാതെ, നീ വിഷമിക്കാതെ. എനിക്കറിയാം. വിഷമൊക്കെ ആയിട്ട് നീ സങ്കടപ്പെടാൻ പാടുണ്ടോ? അതേടാ. എന്തായിരുന്നു നിന്റെ വിഷമം? എനിക്ക് ചിക്കൻ ബോക്സ് ആയതുകൊണ്ട് ആരും കയറ്റുന്നില്ല. മഹാഭാവി, ഞാനാണോ നീ അല്ല എന്നെ വന്ന് കെട്ടിപ്പിടിച്ച? ഞാൻ വല്ലതും ചെയ്തോ? ഞാനെന്ത് ചെയ്യും? എന്തോ ചെയ്യാനല്ല. പിന്നെ എനിക്ക് പറഞ്ഞോണ്ട് നടക്കാക്കോ. ആരെങ്കിലും പറഞ്ഞോണ്ട് എന്നെ കെട്ടിപ്പിടിച്ചാൽ എന്റെ കോളെ കയറാൻ പറ്റുമോ? എടാ കുഴപ്പമില്ല, ഞാൻ കുളിച്ചു. കുളിച്ചെന്ന് വിഷയമില്ല, കുളിച്ച വിഷയമില്ല. അലമ്പുണ്ടാക്കില്ല കേട്ടോ. ഒന്ന് വിഷു ഒക്കെയാണ് ഞാൻ കടന്നു പോയ വീട്ടിലാറുണ്ട്. ഇത് കൊള്ളാൻ കണ്ട സെറ്റപ്പ് ഉള്ളത്. എടാ ഇത് എന്തിനാ വെക്കുന്നത്? ഈ വെള്ളരി എന്തിനു വെക്കുന്നത്? വെള്ളരി, ചക്ക. നിനക്ക് വിഷുവിന്റെ ചരിത്രം അറിയാവോ? കൊള്ളാം, അറിയാവോ. അത് ഏതും പോരാത്ത എന്നോട്. അതായത് ഈ കോമഡി ഷോയിലൂടെയാണ് തുടക്കം. പിന്നെ ധർമ്മജനങ്ങൾ കൂടി. അത് കഴിഞ്ഞ് പിന്നെ സിനിമയിൽ അഭിനയിക്കുന്നു, സിനിമ സംവിധാനം ചെയ്തു, ഇപ്പൊ രാഷ്ട്രീയത്തിലേക്ക്. നീ ആരാരി പറയണത്? മറ്റേ പിഷാരടി. അതിന്റെ ചരിത്രമല്ലേ? ബാലകൃഷ്ണൻ എന്നാണ് അച്ഛന്റെ പേര്. പിന്നെ ഒരു ഹിന്ദിക്കാരി പങ്കുചാണ് കിട്ടിയത്. എടാ വിഷുവിന്റെ ചരിത്രം പറയാൻ പറഞ്ഞത് നീ പിഷാരിയുടെ ഒരു ചരിത്രം പറയുന്നു. എടാ സത്യം പറഞ്ഞാൽ എന്താ അറിയോ, ഈ രാഷ്ട്രീയ നേതാക്കളെ കാട്ടി സിനിമാതാരന്മാര് ഇലക്ഷൻ ഇന്ന് ജയിക്കണയാണ് നമുക്ക് നല്ലത്. അതാകുമ്പോ സ്വന്തം മണ്ഡലത്തിൽ കണ്ടില്ലാലും നമുക്ക് വല്ലപ്പോഴും സിനിമയിലും TV കാണാം. മനസ്സിലായോ? നിന്റെ അച്ഛനെ പോലീസ് അറസ്റ്റ് ചെയ്ത ആന്ധ്ര ഇന്ത്യ ഇടയ്ക്ക് അതുകൂടെ ഒന്ന് ആലോചിച്ചോ. അച്ഛനെ പോലീസ് കൊണ്ടുപോയി അതറക്കാനുള്ള തത്രപ്പാടുമായിട്ട് നടക്കുന്നത്. അതെന്നെ പറ്റി? എടാ നിനക്കറിയത്തില്ല, അച്ഛന് ഈ കൈനോട്ട പരിപാടിയല്ലേടാ. എനിക്കറിയാം. തത്തമ്മയെ കൊണ്ട് ചീട്ടടിപ്പിക്കുന്നത്. തത്തയെന്ന് പറഞ്ഞാൽ അന്യായമായിട്ട് സംസാരിക്കുന്ന ഒരു തത്തയടാ. തത്തയോ? ഉഗ്രം തത്ത. അതായത് നാക്കുറ സത്യം മാത്രം പറയുന്നു. പിന്നെ സത്യം മാത്രം പറഞ്ഞിട്ടാണ് പോലീസുകാർ പിടിച്ചോണ്ട് പോയത്. അച്ഛനെ തത്ത സത്യം പറയും, പക്ഷെ അച്ഛൻ നാക്കെടുത്താ കള്ളവല്ലേ പറയത്തുള്ളൂ. അങ്ങനെ പക്ഷെ എന്നിട്ട് പോലീസുകാർ ഇടിച്ചപ്പോ തത്ത പറയുന്ന പോലെ പറഞ്ഞു. ആര് തത്തയാ? അല്ല ഞങ്ങളുടെ അച്ഛൻ. എടാ നീ സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യടാ. എന്റെ കാര്യം സെറ്റ് ചെയ്യാം. എടാ നീ എങ്ങനെയെങ്കിലും എന്നെ വീട്ടിൽ കയറ്റി അവിടെ പ്രശ്നം എന്താ? എന്താ പ്രശ്നം? ഒന്നും ഇല്ലടിയാ. നിനക്കറിയാലോ എന്റെ പെണ്ണുമുള്ള വീട്. അപ്പൊ എന്റെ വീട്ടിൽ നിന്ന് പിണങ്ങി അവൾ ഇവിടെ വന്ന് നിൽക്കുകയാണ്. എടാ അതെനിക്കറിയാം. നിന്റെ പെണ്ണുമുള്ള വീട് അതാണെന്നും നീ അവിടെ നിന്ന് പിണങ്ങി ഇറങ്ങിയിരിക്കുകയാണെന്നും എനിക്കറിയാം. എന്താണ് കാര്യം എന്നാണ് ഞാൻ ചോദിച്ചത്. ഒരു നിസാര കേസ്, ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത്. സത്യമായിട്ട് ഒരു തെറ്റിദ്ധാരണയാ. സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ മൊബൈലിൽ ചാറ്റ് ചെയ്യുവാണേ. അതായത് എനിക്ക് ഈ ഓച്ചറയിൽ ബിന്ദുലാൽ എന്ന് പറഞ്ഞ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് കേട്ടോ മാമ. അപ്പൊ ഇവനെ ഞാൻ ബിന്ദു എന്നാണ് ഫോണിൽ സേവ് ചെയ്തിട്ടിരുന്നത്. അപ്പൊ ഈ രാത്രി അവൻ പണിയും കഴിഞ്ഞ് വരും, ഞാനും പണിയും കഴിഞ്ഞ് ചാറ്റ് ചെയ്യുമ്പം എവിടെ വിചാരം ഞാൻ ബിന്ദു എന്ന് പറഞ്ഞ ഏതോ ഓച്ചറുള്ള പെണ്ണുമായിട്ട് ചാറ്റ് ചെയ്യണം. അങ്ങനെ കലിപ്പായതില്ലേ? നിസ്സാര കാര്യം ഉണ്ടായിരുന്നുള്ളൂ. പ്രൊഫൈൽ പിക്ചർ എടുത്ത് കാണിച്ചു കൊടുക്കണമായിരുന്നു. പ്രൊഫൈൽ പിക്ചർ എടുത്ത് കാണിച്ചു കൊടുത്താൽ അതിലും വിഷയമായത്. ആ നാറിയാണ് അവന്റെ പെണ്ണുമുളയുടെ പടമാണ് പ്രൊഫൈൽ പിക്ചർ ആക്കിയിട്ടെങ്ങനെ എന്തോ കട്ടോന്ന് പറഞ്ഞു. വിളിച്ചപ്പോ അവൻ കിടന്ന് ഉറങ്ങണ. ഈ പെങ്കുച്ച് ഫോൺ എടുത്തിട്ട് മണിയെന്നാ പറയണ എന്തിനാ ചോദിച്ചു. അപ്പൊ പിന്നെ കലിപ്പായില്ലേ. ഇത് പെണ്ണെന്ന് വിശ്വസിച്ചിരിക്കുക. ഇതെനിക്ക് പറയാൻ ഒരു അവസരം മതി. അത് ഞാൻ ശരിയാക്കി തരാം. നിനക്ക് അകത്ത് കയറിയാ പോരെ? അത് മതി. അത് നീ അകത്ത് കയറി കഴിഞ്ഞാൽ പുള്ളിക്കാരത്ത് പുറത്തിറങ്ങണം. അവള് പുറത്തിറങ്ങിയപ്പോഴേ എനിക്ക് അകത്ത് കയറാൻ പറ്റുള്ളൂ. അപ്പൊ നീ വീട്ടിൽ എന്ത് വേറെ പ്രശ്നം ഉണ്ടായി ഞാൻ അറിഞ്ഞില്ല. വീട്ടിൽ പ്രശ്നം ഒന്നാമത്തെ കേസ് എനിക്ക് ഇവിടെ കയറാൻ പറ്റാത്ത എന്തെന്നറിയാടാ. ഇവർ ഒരു അമ്മൂമ്മയുണ്ട്. അമ്മൂമ്മ കഴിഞ്ഞ വർഷം വിഷുവിന് എന്നോട് പറഞ്ഞു ഒരു ഊഞ്ഞാല് കെട്ടി തരാമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ആരെയാലും ഊഞ്ഞാല് വിഷുവിന് ഊഞ്ഞാല് കെട്ടുവോ? നമ്മൾ ഓണത്തിനല്ലേ ഊഞ്ഞാല്. അപ്പൊ ഞാൻ പറഞ്ഞു അമ്മൂമ്മ ഇത് നമ്മൾ ഓണത്തിനാണ് ഊഞ്ഞാല്. പട്ടിട്ടില്ല മക്കളെ എനിക്ക് ഊഞ്ഞാലില്ല മക്കളെ എന്ന് പറഞ്ഞപ്പോ ഞാൻ പാവം പിടിച്ച അമ്മച്ചിയല്ലേന്ന് ഓർത്ത് ഊഞ്ഞാലി കെട്ടി കൊടുത്തു. എന്നിട്ട് അത് കയറ്റിയിരുത്ത് ഞാൻ പതുക്കെ ഇങ്ങനെ നാട്ടി വിട്ടു. അപ്പൊ എന്നോട് പതുക്കെ പോരാ ആയത്തിൽ പിടിക്കാൻ. അപ്പൊ ഇച്ചൂടെ ആയത്തിലെടുത്ത് ഞാൻ വിട്ടുകൊടുത്തു. അപ്പൊ പറഞ്ഞു അതും പോരാ നല്ല ആയത്തിൽ പിടിക്കാൻ. റബ്ബർ ബാൻഡ് വലിക്കുന്നവരെ വലിച്ച് അങ്ങ് പിടിച്ചൊരു ഒറ്റ വിടൽ കൊടുത്തു. ഈ നിമിഷം വരെ കൈ കിട്ടിയിട്ടില്ല. പിന്നെ ഈ അടുത്ത് പിന്നെ ചന്ദ്രനിൽ പോയില്ലേ 4 പേര് 2 ആഴ്ചക്ക് മുമ്പ് വെടാത്തി പോയില്ലേ? അവരവിടെ ചെന്ന് ഇറങ്ങിയിട്ട് പറയണ് മുറുക്കാനി പിടിച്ച് ചന്ദ്രന്റെ അവിടെ എവിടെയും ചോദിച്ചോ ഒരു തള്ള അവിടെ ഇരിക്കുന്നു. ഇപ്പൊ അവര് മെനഞ്ഞാന്ന് തിരിച്ചു വന്നവര് 4 പേരല്ല 5 പേര് വന്നിട്ടുണ്ട്. ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ അവിടെ തന്നെ. അതുകൊണ്ട് എങ്ങനെയും കാര്യമൊക്കെ ഞാൻ അതിനാണ് ആദ്യം ഇത് ഒപ്പിച്ചിരിക്കുന്നത്. നമ്മൾ ഇതുമായിട്ട് കണി കാണാൻ പോകുന്ന പോലെ അവിടെ പോവും. ഓക്കെ, ഷീജ അവിടെ ഉണ്ടല്ലോ, പുള്ളിക്കാരത്തി. അപ്പൊ ഇറങ്ങി വരുന്ന സമയത്ത് ഞാൻ ആദ്യം
ഹൃദയത്തിൽ കൊള്ളുന്ന വളരെ സങ്കടമായിട്ടുള്ള ഒരു ഡയലോഗ് നിന്റെ ഭാര്യ ഷീജയോട് പറയും. പറയണം. അപ്പൊ പുള്ളിക്കാരത്തിന് കണ്ണ് നിറയും, അല്ലെങ്കിൽ മനസ്സലിയും. അലി ഉറപ്പ് അവക്കലിയും. ഇനി അതിലലിഞ്ഞില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി കട്ടി കൂടിയ ഹൃദയം പൊലിയുന്ന ഒരു ഡയലോഗ് കൂടി പറയും. അപ്പൊ അവള് കരയും. പക്ഷേ അവിടെ നിന്ന് നീ കരയരുത്. അല്ല അങ്ങനെ കേട്ട അവള് കരയൂടാ. അപ്പൊ നീ കരയാൻ പാടില്ല. ഇല്ല ഞാൻ കരയത്തില്ല. അവളുടെ ചിലപ്പോ മനസ്സ് തകരും. അല്ലല്ല അവള് തകർന്നു പോയി ചിലപ്പോ അവള് കരയാൻ വേണ്ടി നിൽക്കും. അതാ അപ്പോഴും നീ കരയരുത്. ഞാൻ പിടിച്ചിരിക്കും. ഞാൻ കരയത്തില്ല. നിന്റെ കണ്ണിപ്പം നിറയുന്നുണ്ട്. പക്ഷേ കണ്ണിത്തീനെ ആയിരിക്കൂടാ, ഞാൻ കരയത്തില്ല. പക്ഷെ നിന്റെ കവിള് കിടന്ന് ഇങ്ങനെ അടിക്കുന്നുണ്ട്. തക്കാളി പനി ആയിരിക്കൂടാ, ഞാൻ കരയത്തില്ല. പക്ഷെ നീ കരയുന്നുള്ള പോലെ എനിക്ക് തോന്നുന്നു. ഇല്ലടാ, ഞാൻ പിടിച്ചിരിക്കൂടാ, ഞാൻ കരയത്തില്ലടാ. ഞാൻ പറഞ്ഞില്ലേ നീ കരയരുത്. ഞാൻ പറഞ്ഞു ഇതാണ് പരീക്ഷണമാണ്. ആദ്യം ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഞാൻ അവിടെ ചെന്ന് നിന്നെ പറ്റി കാര്യങ്ങളൊക്കെ പറയും. കണി കാണിച്ചിട്ട് നീ ഒളിച്ചിരുന്നാ മാത്രം മതി. ബാക്കി ഞാൻ ഏറ്റി. പെട്ടെന്ന് കേട്ടാ പറഞ്ഞല്ലോ, ഓർമ്മയുണ്ടല്ലോ. ഞാനിവിടെ ഇരിക്കാം. ഇന്നലെ 60 രൂപയുടെ ഒരു ബിരിയാണി വേണമെങ്കിൽ മേടിച്ചു തന്ന ഇരുട്ടത്ത് വെച്ചാൽ കാണാത്തൊരു കുറഞ്ഞ റാമും അത് ഓർമ്മ വേണം. ശരിയാക്കി തരാന്ന് പറഞ്ഞു കേട്ടാ. ഞാൻ ഏറ്റ തന്നെ കേട്ടോ. ഞാൻ ഇവിടെ വിളിക്കാം കേട്ടാ. ഓക്കേടാ, അങ്ങാതിരുന്നോ. തെറ്റ് ചെയ്തിട്ട് വിളിച്ചാൽ മതി. തെറ്റ് ചെയ്തിട്ട് ഞാൻ ഏറ്റു. നീ ആണ് കുനിഞ്ഞിരുന്നോ. ഓക്കെ. കണി കാണും നേരം കമല നേത്രന്റെ കണി 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 കണിയോ? ഹായ് വിഷുക്കണി. എന്റെ കൃഷ്ണ, എന്റെ ഗുരുവായൂരപ്പ, എന്റെ ആയൂർ, അഞ്ചല്, പുനലൂര്, പത്തനംതിട്ട. അയ്യോ, ഞാനിത് എങ്ങോട്ടാ കയറി പോകുന്നത്? എന്റെ കൃഷ്ണ, എന്റെ രാരു എനിക്കെല്ലാ നന്മകളും വരുത്തണേ. അതൊക്കെ പോട്ടെ, ഈ കണി ഇവിടെ കൊണ്ട് വെച്ചിട്ട് എന്നെ വെട്ടത്താക്കിയിട്ട് ഇരുട്ടത്ത് മറിഞ്ഞിരുന്ന് ചിരിക്കണത് ആരാ? നാണാണോ? നാണായിട്ടല്ല, കണി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാറിയിരിക്കണം കണിക്കൊന്ന കാണാൻ വേണ്ടിട്ട്. അയ്യോ, നാണത്തിന്റെ കാര്യമല്ല ചോദിച്ചത്, നാണമാണോ എന്ന്. അവൻ ഇങ്ങനെ ഒരു പതിവുണ്ട്, ഈ പടിപ്പുരയിൽ വന്നങ്ങനെ ഇരിക്കണേ. അവിടെ കെണിയുണ്ട്. ആ കണി അവിടെ നിൽപ്പുണ്ട്. അത് അയ്യോ, കണിയുടെ കാര്യമല്ല, അവിടെ നാണുവിനുള്ളൊരു കെണി ഇരിപ്പുണ്ട്. അല്ലെങ്കിൽ വീഴരുത്, ഇങ്ങോട്ട് കയറി വരിക. ആരായത്? ഞാനാ ഷീജെ. അയ്യോ, രാജേഷനാണോ? അല്ല, കിണിയും കൊണ്ടുവന്നാണോ ഈ കണിയും കൊണ്ടുവന്നാണോ? അല്ല, ഞാൻ കണിയും കൊണ്ടുവന്നാ. എന്നാ വന്ന കാര്യം പറ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, കണി ഞാൻ എല്ലായിടത്തും കൊണ്ടുപോയി. അപ്പൊ എല്ലായിടത്തും ചെന്ന് കഴിഞ്ഞപ്പം എല്ലാ വീട്ടിലെയും ഭാര്യയും ഭർത്താവുമാണ് വാതിക്കലോട്ട് ഇറങ്ങി വന്നത്. എന്നിട്ട് അവരിങ്ങനെ തൊഴുത് ഭഗവാന്റെ അനുഗ്രഹം വാങ്ങിച്ച് നേർച്ചയിട്ട് പോയപ്പം അയ്യോ, കല്യാണ രാവിലെ ഉണ്ണികൃഷ്ണൻ നമ്പൂരി എന്നാ? അയ്യോ, അതല്ല, ഞാനെന്റെ ഗദ്ഗളെ കൊണ്ട് പറഞ്ഞു പോയതാ. എന്താ ഇപ്പൊ വേണ്ട? അല്ല, വേറൊന്നുമല്ല. ഞാൻ പറഞ്ഞതേ, ഈ മണിയനോട് ഭർത്താവിനോട് ക്ഷമിച്ച് സഹിച്ചൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഒരുമിച്ച് വിഷു ഒക്കെ അല്ലേ, ഇനി അങ്ങോട്ട് മുന്നോട്ടുള്ള ജീവിതം സന്തോഷകരമായിട്ട് പോവുക. അതാണ് ഞാൻ പറഞ്ഞത്. ക്ഷമിക്കണം അല്ലേ? ഒന്ന് ക്ഷമിച്ചു കൊടുത്താൽ രക്ഷപ്പെട്ട്. അതാണ് ക്ഷമിക്കാം, ഒരുമിച്ച് ജീവിക്കല്ല. ഞാനൊരു സ്ത്രീയല്ലേ, ഞാൻ ക്ഷമിക്കാം. പക്ഷേ അങ്ങനെ ക്ഷമിക്കാവുന്ന കാര്യമാണോ ചെയ്തത്? അങ്ങനെ ക്ഷമിക്കാവുന്ന കാര്യമാണോ ചെയ്തത്? എന്റെ കണ്ണിന്റെ മുമ്പിൽ വെച്ച് കണ്ട പെണ്ണുങ്ങൾക്ക് മെസ്സേജ് ചെയ്യുന്നു, ചാറ്റ് ചെയ്യുന്നു. ആരെങ്കിലും സഹിക്കോ? ഇല്ല. സഹിക്കാം. മനസ്സുകൊണ്ടൊരു 100 മാപ്പ് ഞാൻ കൊടുക്കാം. എന്റെ മണിയുണ്ട്, എന്റെ മണിയുണ്ട്. ഉറപ്പ് പറയാൻ പറ്റുമോ? അന്യനും അമ്പി ഒരുപാട് വന്നു കഴിഞ്ഞാൽ എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഒന്ന് മര്യാദയ്ക്കൊന്നും പറയും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അണ്ണന്റെ വീട്ടിൽ അണ്ണന്റെ ഭാര്യ ഉണ്ടല്ലോ, മാലതി ചേച്ചി. ഈ മാലതി ചേച്ചി ഇതുപോലെ അണ്ണൻ മെസ്സേജ് ചെയ്യുന്ന കാണുകയാണെന്നുണ്ടെങ്കിൽ മാലതി ചേച്ചി സഹിക്കോ? അല്ല, അത് പിന്നെ അണിയൻ ചെയ്തത് ശരിയല്ല. അവനെ കാരണം അടിച്ച് പോകാനുള്ള പ്രവൃത്തി അവൻ ചെയ്തിരിക്കും. വേണേ, ഞാനൊരു പെണ്ണായതുകൊണ്ട് ഞാനത് ചെയ്തില്ല. ഞാൻ പറയട്ടെ, അവന്റെ കൈ തെറ്റുണ്ട് 100%. ഞാൻ അവർ യോജിക്കുന്നില്ല. അത് വേണം. അവൻ ചെയ്തത് തെറ്റാണ്, തെണ്ടിത്തരം. ആരെങ്കിലും ചെയ്ത പ്രവൃത്തിയാണോ ചെയ്തത്? അല്ല, ഞാൻ ഇങ്ങനെ ഒച്ച ഇടയ്ക്ക് ഇങ്ങനെ വരും. ഇപ്പൊ കിട്ടുന്നില്ല. ഇത്തിരി വെള്ളം കിട്ടും കുടിക്കാൻ. അണ്ണൻ നിന്നോ, രേഷണ ഇപ്പൊ കൊണ്ടുവരാം. ഒറ്റ നോട്ടല്ല, ഇപ്പൊ പിടുത്തം വരുന്നേ. ആദ്യം അടി പിന്നെ സംസാരം. എന്തോ? അല്ല, ആദ്യം അടി പിന്നെ സംസാരം. അടിയടാ. നിനക്ക് ഇന്നലെ 60 രൂപയുടെ ബിരിയാണി മേടിച്ചു തന്ന 1/2 ലിറ്റർ മേടിച്ചു വന്നിട്ട് എന്റെ കവർ മുമ്പിൽ എന്റെ കർണോടിച്ച് ഓട്ടിക്കണം. അല്ലടാ, അതിനിടെ എന്റെ അഭിനയം. ഇനിയാണ് നീ എന്റെ യഥാർത്ഥ അഭിനയം കാണാൻ പോണേ. നീ ഇങ്ങോട്ട് വന്ന് പറഞ്ഞു തരാം.
ആരും സഞ്ചരിക്കാത്തൊരു വഴിയിലൂടെ ഞാൻ സഞ്ചരിക്കാൻ പോവാ. ആണോ? കിടുക്കനായിട്ട് അത് ശരി. സാഹിത്യം, ഇച്ചിരി സാഹിത്യപരമായിട്ടൊരു ഡയലോഗ് ഞാൻ അവളോട് പറയാൻ പോവാ. അത് ശരി. ഒരു സാഹിത്യം അറിയോ നിന്റെ പെണ്ണുമ്പോൾ? കുഴപ്പമില്ല. പിന്നെ അവള് വായിക്കും. മനസ്സിലാക്കാനുള്ള കഴിവുണ്ടോ? വായിക്കും. ഉറപ്പാണോ? പിന്നെ അപ്പൊ ശരി, ഈ ഡയലോഗ് പറഞ്ഞ അവള് ഏറ്റില്ലെങ്കിൽ നീ എന്റെ കർണം അടിച്ചു കുളിച്ചു. ആണോ? നീ എന്താ പറയാൻ പോണെന്ന് പറ. ആ വെറൈറ്റി സാധനം ഒന്ന് കേക്കട്ടെ. കുടുംബം ഇമ്പ ഉള്ളതാണ് കുടുംബം. അതുകൊണ്ട് പറഞ്ഞോ. കുടുംബം നിർത്തണ്ട, അത് നിർത്തരുത്. അല്ല, കുടുംബം ഇമ്പ അല്ല എന്റെ 60 രൂപയുടെ ബിരിയാണിയും കഴിച്ച് 1/2 ലിറ്റർ സാധനം മേടിച്ചാൽ വെറൈറ്റി സാധനമേ. ഞാൻ നീ പറഞ്ഞപ്പോൾ റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഒരു വീഡിയോ എടുത്തോട്ടെ ഞാൻ. അല്ല, ഈ വെറൈറ്റി സാധനം ഇന്നേ വരെ ഈ ലോകത്ത് ആരും പറയാത്തൊരു സാധനം ഇപ്പൊ പറഞ്ഞത്. നീ അങ്ങനെ കൊണ്ട് കളിയാക്കാതെ. ഈ കുടുംബം ഇപ്പോൾ എല്ലാരും പറയുന്നടാ. എന്നാ പിന്നെ വേറെ വിടാം. സാഹിത്യം വേണ്ട, വേറെ സാഹിത്യം ഇല്ല. ഇത് വീണിരിക്കും. നീ അകത്തോട് കേറിക്കോ. അത്രേ ഇങ്ങോട്ട് ഇറങ്ങി വരുമല്ലോ. വരുമ്പോ ഞാൻ പറയും, ചട്ടിയും കലാവുമ്പോ തട്ടി മുട്ടി എന്നൊക്കെ ഇരിക്കും. ഞാനേ സഖ്യ കെട്ടി ഞാൻ നിൽക്കുക. ഞാൻ എന്റെ കൃഷ്ണനാണ് സത്യം. ഞാൻ പിന്നെ എന്താ ചെയ്യാൻ? ഞാൻ ശരിയാക്കി തരാം. നീ പോയിരിക്കും. വെള്ളം കുടിക്ക്. അല്ല, ഞാൻ പറഞ്ഞില്ലേ എന്താണ്? അല്ല, കാര്യം ശരി, അങ്ങനെ പാവാന്ന് ഞാൻ പല പ്രാവശ്യം കണ്ടത്. കാര്യം അങ്ങനെ ഭയങ്കര സങ്കടമുണ്ട്. എന്തിന്? ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ വരാത്തതിന്റെ ഒരു സങ്കടം ഉണ്ടാവുമല്ലോ. കാര്യം ഭാര്യയും ഭർത്താവും പിണങ്ങിയിരിക്കല്ലേ. അണ്ണാ, ഞാൻ അണ്ണനോടൊരു കാര്യം പറയാം. ഇനി ഈ കാര്യം പറഞ്ഞ് അണ്ണൻ ഇവിടെ വരരുത്. അണ്ണൻ ഇവിടെ വരരുത് പറഞ്ഞേ. അണ്ണൻ ഇവിടെ വരരുത്. 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 എനിക്ക് മോൻ കണ്ട എന്തിനാണ് വിളിച്ചോണ്ട് വന്നത്? ഇറങ്ങി എനിക്ക് കാണണ്ട. പോ, മര്യാദക്ക് പോകാൻ. ഈ ചെത്തിയ മുറ്റത്ത് കയറി പോകരുത്. നീ കാട് പിടിച്ചേർന്ന് ആരടാ പുലി രാവിലെ വന്ന് ചെത്തി വൃത്തിയാക്കിട്ട്? ഇറങ്ങിക്കോട്ട്. ഞാൻ ഇറങ്ങിപ്പോയപ്പോ ഞാൻ വരത്തില്ല. ഞാൻ വരണ്ട, അന്തസ്സുള്ളവൻ വരണ്ട ഇവിടെ. ഞാനൊരു പുരുഷനാ. ഞാൻ പിന്നെ ഒരു പുരുഷനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു സാധനം ഉണ്ട്. എന്തോന്നറിയോ? അഭിമാനം. അഭിമാനം എനിക്കുണ്ട്. എനിക്കത് പറഞ്ഞാ ഞാനല്ല കേരളത്തില്ല. ഞാൻ എന്റെ അണ്ണ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇയാളൊരു ഭർത്താവാണോ? ഒരു ഭർത്താവ് കുടുംബത്തില് എന്തെങ്കിലും ഉണ്ട്, ജോലി ചെയ്ത് കാശ് കൊണ്ട് തരണ്ടേ? ഇയാൾ 5 പൈസ വീട്ടിൽ തന്നിട്ടില്ല. അതറിഞ്ഞില്ലേ? പോകാൻ പോണ്. എവിടെ? ഗൾഫില്. ഗൾഫിലാ? ബ്രിട്ടീഷ് കമ്പനി പണിയിട്ടവന്. ബ്രിട്ടീഷ് കമ്പനിയില്. ബ്രിട്ടീഷ് കമ്പനിയില് ഗൾഫിൽ പോകാൻ പോവാ. ചേടാ, ഇതെന്താണിത്? ഈ ബ്രിട്ടീഷ് കമ്പനി പോയിട്ടേ ഇംഗ്ലീഷ് അറിഞ്ഞു കൊടുത്താൽ ഇങ്ങനെ എങ്ങനെ സംസാരിക്കും? എനിക്ക് ഇംഗ്ലീഷ് അറിയാം. നിങ്ങൾക്ക് എന്തോ ഇംഗ്ലീഷ് അറിയാം? അത്യാവശ്യം പിടിച്ചിരിക്കാനുള്ള, നമുക്ക് ജീവിക്കാനുള്ള ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെ എനിക്കറിയാം. എന്നാ നിങ്ങൾ അത്യാവശ്യം പിടിച്ചിരിക്കാനുള്ള ഇംഗ്ലീഷ് ഒന്ന് പറ, ഞാനൊന്ന് കേക്കട്ടെ. മീനാക്ഷി സുധീർ ബ്ലോക്ക്ഡ് യു ഇൻ ഫേസ്ബുക്ക്. ലച്ചുശ്രീ ബ്ലോക്ക്ഡ് യു ഇൻ ഫേസ്ബുക്ക്. സുകന്യ രാജൻ ബ്ലോക്ക്ഡ് യു ഇൻ ഫേസ്ബുക്ക്. വെറുതെ ഇവിടെ പെണ്ണുങ്ങളെ ചാറ്റ് ചെയ്ത് ഫേസ്ബുക്കും വാട്സാപ്പും നോക്കി അതിൽ കാണാതെ പഠിച്ചിട്ട് വന്നിരിക്കുക ഇയാള്. എല്ലാവരും പഠിക്കുന്ന നല്ലത്. അത് എന്നെ പോലത്തെ ചില മാന്യന്മാർക്ക് മാത്രം അറിയാവുന്ന ചില ഇംഗ്ലീഷ്. വേണ്ട, എനിക്ക് ഇങ്ങനെ വേണം. നീ ഒരു കാര്യം ചെയ്യും, അന്തസ്സുള്ളവനാണെങ്കിൽ പോയി ചാവ്. പോയി ചാവട്ടെ. ഒരു മൂച്ചനങ്ങനെ പറഞ്ഞ എന്തെങ്കിലും ചെയ്തേ മതിയടാ. പോയിസൺ കുടിച്ചാവും. ഇന്നത്തെ കാലത്ത് ആരെങ്കിലും പായസം കുടിച്ച് മരിച്ചിട്ടുണ്ടോ? പായസം പോയിസൺ വിഷം കുടിച്ചാൽ ചാവോ? വിഷം കുടിച്ച് ചത്തോ? എനിക്കൊന്നുമില്ല. വിഷു ദിവസമാണ് ഇന്ന്. ചാവട്ടെ. ഇന്ന് ചത്തോ ഒരു വിഷു ആഘോഷിക്കാൻ പറ്റുന്നത്? ഒരു കുഴപ്പമില്ല. വേണ്ട. നീ ചുമ്മാ ഈ പശുവിനെ കെട്ടുന്ന കയറെടുത്ത് ഞാൻ കഴുത്തിൽ കുരുക്കിടുന്നു. ഞാന് അതിൽ തൂങ്ങാൻ പോവാ. അല്ല എനിക്ക് അവള് ചത്തോളാൻ പറഞ്ഞിട്ട് ഞാൻ ജീവിച്ചിട്ട് കാര്യമില്ല. ഞാൻ തീരാൻ പോളിയാ. നീ ഇടയ്ക്ക് പിടിക്കല്ലേ. അങ്ങനെ വിട്ടാ വേണ്ട. തൂങ്ങി കിടക്കും അവിടെ. അണ്ണ വെറുതെ എന്റെ വാക്കായിട്ട് വെറുതെ ആവശ്യമുള്ളത് ചെയ്യരുത്. വേണ്ട. അണ്ണൻ ചത്ത നമ്മുടെ 2 മക്കൾക്ക് ആരും ഇല്ലാതായി പോവും. അപ്പൊ നിനക്കോ? ഞാൻ വേറെ കല്യാണം കഴിക്കുമല്ലോ. ഈ വീടിനോട് സ്നേഹം ഉണ്ടെങ്കിൽ ആ വീട് വെച്ച ലോൺ അടച്ചിട്ട് ചാവ്. ഇല്ലില്ല രാജേഷേ, ഞാൻ പോകുന്നു. നിർത്ത്. എന്നോട് ചാവാൻ പറഞ്ഞ ഞാൻ എന്താ? അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ചാവാനായിട്ട് നടന്നല്ല.
അതെന്തോ അത് ചത്തി കിടന്നാലും നമ്മൾ ചമഞ്ഞ് കിടക്കണമെന്നാണ് പറയുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ അന്നാ ഇന്നൊരു വിഷു ദിവസമാണ് ഞാൻ ഇയാളെ ഭാര്യയാണ് ഇതുവരെ എന്റെ അടുത്ത് എന്തെങ്കിലും ഒരു വാക്ക് സംസാരിച്ച ഇത്ര നേരം ഞാൻ നിന്റെ കൂടെ നിന്ന് സംസാരിച്ചു, പക്ഷെ ഇപ്പൊ ഞാൻ ശോഭയുടെ കൂടെ നിൽക്കത്തുള്ളൂ, ഷീജയുടെ കൂടെ നിൽക്കത്തുള്ളൂ. അല്ല അത് മൈ മിസ്റ്റേക്ക്. എന്റെ തെറ്റാ. നിന്റെ തെറ്റാ. എന്റെ തെറ്റാ. കേട്ടോ ആദ്യം അറിയണ ആദ്യം എന്റെ തെറ്റാ അത്. ഞാൻ ചെയ്യണമായിരുന്നു, അത് എന്റെ പറ്റിപ്പോയി. വിഷു ദിവസമായിട്ടല്ലേ? നല്ലൊരു ദിവസമായിട്ട് ഹാപ്പി വിഷു. ഇതാണ് ഭർത്താവിന് ഒരു ഭാര്യയോട് സംസാരിക്കും. ഒരു വിഷു ദിവസമായിട്ട് പിന്നെ എന്തോ സംസാരിക്കണം? ഈ ആളുടെ ജീവിതം ശരിയാവത്തില്ല. ഞാനൊന്ന് പറയട്ടെ, വിഷു നല്ലൊരു ദിവസമാണ്, ഭഗവാന്റെ ദിവസമല്ലേ. ഞാൻ പറഞ്ഞു നിങ്ങൾ തമ്മിൽ കോംപ്രമൈസ് ആകും. ശരി, ഞാൻ ക്ഷമിക്കാം, ഞാൻ ഇതൊക്കെ സഹിക്കാം, ഞാൻ കൂടെ പോയി ജീവിക്കാം. പക്ഷേ എനിക്കൊരു കണ്ടീഷൻ ഉണ്ട്. എന്താണ് പറ? ഇനി മേലിൽ എന്റെ വീട്ടിലോ അല്ലെങ്കിൽ പുറത്തു വെച്ചോ ഇദ്ദേഹം മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല. ഇതല്ലാതെ വേറെ വകുപ്പില്ല. ഈ മൊബൈൽ അവളെ അങ്ങ് ഏൽപ്പിക്കാം. അതാണ് മൊത്തം കണസാ ഇടിയപ്പം പോലെ ലോക്ക് അടിച്ചിട്ടിരിക്കാൻ. എമ്മൻ ചെയ്താൽ തുറക്കാൻ പറ്റൂല. നീ ആ സാബുവിന്റെ കടയിൽ പറഞ്ഞൊരു സെക്കൻഡ് ഹാൻഡ് ഒപ്പിച്ച് തരുവാ. ഉറപ്പായിട്ട്. എന്നാ പിന്നെ അവളോട് പറ മൊബൈലിലെ മൊബൈൽ കൊടുത്തേറാ. അല്ല പിന്നെ എനിക്ക് വലുത്, അല്ല മൊബൈലല്ല. പിടി. സമ്മതിച്ചോ? അതല്ലേ പറഞ്ഞത്, ജീവിതമാണ് വലുത്, അല്ല ഒരു മൊബൈലല്ല. മൊബൈലൊക്കെ വന്നുകൊണ്ടാണ് എല്ലാ നാശങ്ങളും ഉണ്ടായത്. അതെ അതുകൊണ്ട് ഇപ്പൊ മനസ്സിലായല്ലോ. ഇനി രണ്ടുപേരും കൈ കൊടുത്തേ. എടാ വിഷു ഭഗവാനെ വിചാരിച്ച് കൈ കൊടുക്കണം മണിയാ പറഞ്ഞു. ഷീജെ കൈ കൊടുത്തേ. കുഴപ്പമില്ല, ഇനി ഞാൻ ചെയ്യത്തില്ലേ. ഞാൻ ചെയ്യരുത്. എന്നെ സത്യമായിട്ട് ചെയ്യത്തില്ലേ? അകത്ത് പോയാലേ എവിടെ സ്വഭാവം എപ്പോഴും മാറുമെന്ന് അറിഞ്ഞൂടാ, എപ്പോഴും ഇറക്കി വിടുമെന്ന് അറിഞ്ഞൂടാ. ഉള്ളത് ഇവിടെ വെച്ച് കൊടുത്തിട്ട് പോയാൽ പിന്നെ വിഷയമില്ല. ഞാൻ പോട്ടെ. പ്രാർത്ഥിച്ചോളാം, പ്രാർത്ഥിച്ചോളാം. അതെ, നിങ്ങൾ നീക്കിയോക്കടാ. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാ. കാര്യം ഞാൻ ഇത്ര നാളീ കണിയും കൊണ്ട് നടക്കും, ഒപ്പിക്കുന്നുള്ളതല്ല. പക്ഷെ ഒരു ജീവിതം കൂടെ ഒന്നാക്കാൻ പറ്റില്ലേ, അതിന്റെ ഒരു സന്തോഷമുണ്ട്. രണ്ടുപേരും ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? എന്റെ ചില തമാശകളെ എന്തായാലും ഞങ്ങളെ രണ്ടിനെ ഒന്നിപ്പിച്ചു. ഇനി ഞാൻ സത്യമായിട്ടും മൊബൈൽ ചിലപ്പോൾ ഉപയോഗിക്കത്തില്ലായിരിക്കും കേട്ടോ. അതുകൊണ്ട് എല്ലാ ഐശ്വര്യവും തരണേ എന്റെ ദൈവമേ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ താങ്ക് യു കേട്ടാ. എടാ പിന്നെ പോകാൻ പറഞ്ഞിട്ട് എന്താടാ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഹാപ്പി വിഷുവളിയാ.